കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ വെച്ച് യുവതി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ നേരത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത 5 പേരെ കോഴിക്കോട് തന്നെ നിയമിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോടതിയിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു സംഭവമെന്നാണ് ആക്ഷേപം. ICU പീഡനക്കേസിലെ പ്രധാന പ്രതിയായ അറ്റൻഡർ MM ശശീന്ദ്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഈ സംഭവത്തിൽ താൽക്കാലിക ജീവനക്കാരിയായ ദീപയെ അന്ന് തന്നെ പിരിച്ചുവിട്ടു. ഗ്രേഡ് 1 അറ്റൻഡർമാരായ ആസിയ ഷൈനി ജോസ്, ഗ്രേഡ് 2 അറ്റൻഡർമാരായ ഷൈമ ഷലൂജ, നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രസീത മനോളി എന്നിവരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷൻ കാലാവധി അവസാനിച്ചെങ്കിലും ചിലർക്ക് പിന്നീട് സ്ഥലംമാറ്റം നൽകി. ഒടുവിൽ ഈ 5 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ചതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഇതൊക്കെ കോടതിയിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരെ തിരിച്ചെടുത്തുകൊണ്ട് ഇവർക്ക് പുതിയ നിയമനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കൊടുത്തത്. അത് സ്ത്രീകളോടുള്ള അല്ലെങ്കിൽ അതിജീവിതകളോടുള്ള സർക്കാരിൻ്റെ നയം വ്യക്തമാക്കുന്നതാണ്. പീഡനത്തിനിരയായ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനാണ് 5 പേർക്കെതിരെ നടപടിയെടുത്തിരുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. കോടതിയിൽ കേസ് പുരോഗമിക്കുന്നതിനിടെ ഇവരെ തിരിച്ചെടുത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്കൊപ്പം നിൽക്കേണ്ട 5 സ്ത്രീകളാണ് ഈ പണി ചെയ്തു വെച്ചത്. അപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് കോടതി ഉത്തരവ് വരെ. അവർക്ക് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് എന്താണോ വരുന്നത് അതനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതനുസരിച്ച് സർക്കാർ സംവിധാനവും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരത്തെ ഇരയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിംഗ് ഓഫീസറെ സ്ഥലം മാറ്റിയതും വിവാദമായിരുന്നു. 2023 മാർച്ച് 18-നാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അർദ്ധാബോധാവസ്ഥയിലായിരുന്ന യുവതിയെ ICUവിൽ വെച്ച് അറ്റൻഡറായ ശശീന്ദ്രൻ ലൈംഗികമായി ഉപദ്രവിച്ചത്. ICU പീഡനക്കേസിൽ വിചാരണ നടപടികൾ തുടരുന്നതിനിടെയാണ് 5 പേരെ വീണ്ടും മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകിയത്. ഈ വിഷയത്തിൽ ഇടപെട്ട പൊതുപ്രവർത്തകർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകും. അമൃത ന്യൂസ്, കോഴിക്കോട്.